ഹലോ, നമ്മൾ 5ാം ക്ലാസ്സിന്റെ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഇതിനു മുന്നേ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പ്രയോജനമുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മക്കളെല്ലാവരും നോട്ട് എഴുതുക, പുതിയ വാക്കുകൾ എഴുതുക, വീണ്ടും 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 വായിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ ഇതിനു മുന്നേ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ കണ്ടത്? ഇലകളിലെ വൈവിധ്യം നമ്മൾ കണ്ടു അല്ലെ. ഇന്നത്തതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകബീജ പത്രസസ്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ദ്വിബീജ പത്രസസ്യങ്ങളെ പറ്റിയിട്ടും, അതായത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അവസാനത്തെ വീഡിയോ, ദാറ്റ്സ് ഇറ്റ്. ഈ ചാപ്റ്റർ ഡൺ ആയിരിക്കും ഇന്ന്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകബീജ സസ്യങ്ങൾ, അതായത് മോണോകോട്ടും ഡൈക്കോട്ടും ഏകബീജ ദ്വിബീജ സസ്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഒരു സാധനം കൂടി നമുക്ക് നോക്കാനുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മറ്റേ എന്താ പറയുക, റൂട്ട്സിനെ പറ്റിയിട്ട് പഠിച്ചു അല്ലെ, വേരുകളെ പറ്റിയിട്ട് പഠിച്ചു. അപ്പൊ സാധാരണ പല തരത്തിലുള്ള വേരുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേരുപടലം പറഞ്ഞു, അതുപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം പറഞ്ഞു, നാര് വേരുപടലം ഓൾസോ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് ഇത് നമ്മളുടെ റൂട്ടിൽ തന്നെ അത് എങ്ങനെയാണ് ഒരു റൂട്ട്, അതായത് ഒരു വേര് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തായ് വേര് പടലം എങ്ങനെയായിരുന്നു? ഇതുപോലെ ഒരു റൂട്ട് ഉണ്ട്, അവിടെ നിന്നും ബ്രാഞ്ചസ് ഇങ്ങനെ വന്നു വന്നു, അയ്യോ ബ്രാഞ്ചസ് എല്ലാം അപ്രത്യക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു റൂട്ട് ഉണ്ടാവും, മെയിൻ റൂട്ട് ഉണ്ടാവും, തായ് വേരുണ്ടാവും, അവിടെ നിന്നും ശാഖകൾ ബ്രാഞ്ചസ് വന്നു, അവിടെ നിന്നും ബ്രാഞ്ച്ലെറ്റ്സ് വന്നു. നാരുവേര് പടലം, ഫൈബ്രസ് റൂട്ട് എങ്ങനെ ഉണ്ടാവും? കുറേ നാരുകൾ പോലെ, എല്ലാം ഒരേപോലെ ഉണ്ടാവും. ഇതും അതുപോലെ തന്നെ ഇലകളും തമ്മിലുള്ള ബന്ധം ഓൾസോ നമ്മൾ നോക്കി അല്ലെ. ഇലകളും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കി. ഇലകളില് ഇതിന് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും, ജാലിക സ്ഥിരവിന്യാസമായിരിക്കും. ഇതിന് അതേസമയം സമാന്തര സ്ഥിരവിന്യാസമായിരിക്കും. ഇലകളില് പാരലൽ വീനേഷൻ ആയിരിക്കും. ഇത്രയും നമ്മൾ നോക്കി. ഇനി വേറൊരു ടൈപ്പ്, വേറെ പല തരത്തിലുള്ള വേരുകളുണ്ട്, വേറെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വേരുകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, എവിടെ നിന്നാണ് വേരുകൾ ഉണ്ടാവുന്നത്? അപ്പൊ ഒരു എന്താ പറയുക, ഒരു വിത്ത് നമ്മൾ എടുത്താൽ വിത്തിൽ നിന്നും ആദ്യം താഴോട്ട് വളരുന്ന സാധനത്തിനെ നമ്മൾ എന്ത് പറയും? റാഡിക്കിൾ എന്നാണ് നമ്മൾ പറയാ. റാഡിക്കിൾ എന്നാണ് നമ്മൾ പറയാ അല്ലെ. അപ്പൊ റാഡിക്കിൾ എന്ന് പറയുന്നത് എവിടെ നിന്ന, എന്താണ് അതിന്റെ മലയാളത്തിലുള്ള പേര്? ബീജമൂലം എന്നാണ് നമ്മൾ പറയാ. ബീജമൂലം അല്ലെ, റാഡിക്കിൾ എന്നാണ് നമ്മൾ പറയാ. സാധാരണ വേരുകൾ ഉണ്ടാവുന്നത് റാഡിക്കിളിൽ നിന്നാണ്, ബീജമൂലത്തിൽ നിന്നാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് തണ്ടിൽ നിന്നും, സ്റ്റെംസിൽ നിന്നും, ശിഖരങ്ങളിൽ നിന്നും, ബ്രാഞ്ചസിൽ നിന്നും അല്ലെ, കൊമ്പുകളില്ലേ, വലിയ കൊമ്പുകളെ, മറ്റേ മരത്തിന്റെ കൊമ്പുകൾ ഉണ്ടല്ലോ, അവിടെ നിന്നും ഉൾപ്പെടെ നമുക്ക് വേരുകൾ ഉണ്ടാവാന്ന് പറയാം, വേരുകൾ ഉണ്ടാവാം. So although roots usually arise from radicle, some roots are formed. എന്താണ്? Some roots are formed from stem, branches, etc. Stem, branches, etc. Okay, സ്റ്റെമ്മിൽ നിന്നും ബ്രാഞ്ചിൽ നിന്നും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇവരെ നമ്മൾ പറയുന്ന പേരാണ് പ്രോപ്പ് റൂട്ട്സ്, സ്റ്റിൽറ്റ് റൂട്ട്സ്, ക്ലിങ്ങിങ് റൂട്ട്സ് എന്ന്. സാധാരണ ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചിലപ്പോൾ വേരുകൾ ഉണ്ടാകാറുണ്ട്. താങ്ങുവേര്, പ്രോപ്പ് റൂട്ട്സ്, പൊയ്ക്കാൽ വേര്, സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട്സ് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. കണ്ടോ, പുതിയ വാക്കുകളാണ് മക്കൾ, എല്ലാവരും ഇത് ബാക്കിൽ എഴുതണം. താങ്ങുവേര്, പ്രോപ്പ് റൂട്ട്, താങ്ങുവേര്, പ്രോപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര്, സ്റ്റിൽറ്റ് റൂട്ട്, പൊയ്ക്കാൽ വേര്, സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട്, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട് എന്ന് നമ്മൾ പറയണം. എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. ദേ ഗിവ് സപ്പോർട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രോപ്പ് റൂട്ട്സിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ വലിയ മരങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ആൽമരം പോലെ, ബാനിയൻ ട്രീ, ആൽമരം, ബാനിയൻ ട്രീ. ഈ മരത്തിന് തന്നെ ശിഖരങ്ങൾക്കൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്. ദ ബ്രാഞ്ചസ് ആർ വെരി ഹെവി. സോ ടു ഗിവ് സപ്പോർട്ട് ടു ദ ബ്രാഞ്ചസ്, ശിഖരങ്ങൾക്ക് ഒരു താങ്ങിന് വേണ്ടിയിട്ട്, ഒരു അഡീഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ നിന്നും വേര് താഴോട്ട് വരും, അവിടെ നിന്നും. അപ്പൊ ഈ പ്രോപ്പ് റൂട്ട്സ് എന്താ, ഈ ഒരു ബ്രാഞ്ചിന് ഭയങ്കര വെയിറ്റ് ആണ് ചേട്ടാ, ഈ ബ്രാഞ്ചിന് ഭയങ്കര വെയിറ്റ് ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് 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 ഇവിടെ നിന്നും റൂട്ട്സ് വരെ, ഇവിടെ നിന്നും
എന്ത് വരും? വേരുകൾ വരും. ഇതിനെ നമ്മൾ താങ്ങുവേര്, താങ്ങു കൊടുക്കാനുള്ള വേര്, പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയും. സോ വാട്ട് ഡു പ്രോപ്പ് റൂട്ട്സ് ഡു? ദേ ഗിവ് സപ്പോർട്ട് ടു ദ ബ്രാഞ്ചസ്. ശിഖരങ്ങളിൽ നിന്നും താങ്ങായി വളരുന്നു. ഉദാഹരണം എന്താ? ബാനിയൻ ട്രീ അല്ലെങ്കിൽ ആൽമരം ആണ് ഇതിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായോ? താങ്ങുവേരിന്റെ കാര്യം, പ്രോപ്പ് റൂട്ടിന്റെ കാര്യം മനസ്സിലായി. ഇനി അടുത്ത റൂട്ട് നമുക്ക് നോക്കാം. അടുത്ത റൂട്ടാണ് സ്റ്റിൽറ്റ് റൂട്ട്. അടുത്ത റൂട്ട് എന്താണ്? സ്റ്റിൽറ്റ് റൂട്ട്. സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത് പൊയ്ക്കാൽ വേര്. പൊയ്ക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ് സത്യമല്ലാത്ത വേര്, പൊയ്ക്കാൽ വേര്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മിന്റെ അടിയിൽ നിന്ന്, അതായത് തായ് തടിയിൽ, അതായത് സ്റ്റെം, ഇതാണ് സ്റ്റെം അല്ല, മുകളിലോട്ടുള്ളത് അല്ലെ. റൂട്ട്സ് ദാറ്റ് അറൈസ് ഫ്രം നോട്ട്സ് ആൻഡ് ഗിവ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ, ഒരു മരമാണ്, ഒരു ചെടിയാണെന്ന് വിചാരിച്ചോ. ഒരു ചെടിയാണ്. ഇവിടെ ഒരു നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ഒരു സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നുമാണ് സാധാരണ ബ്രാഞ്ചസ്, ശിഖരങ്ങൾ അല്ലെങ്കിൽ ഇലകളൊക്കെ വരുന്നത്, ഇലകള് മൊട്ടുകള് ഒക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം നോഡ് എന്നാണ് ഇതിനെ പറയാ. ഈ നോഡിൽ നിന്നും അഥവാ വേര് വന്നാൽ, ഈ നോഡിൽ നിന്നും വേര് വന്ന സാധാരണ തടിയിൽ, അതായത് തണ്ടുകളില് ഇതേപോലെ നോട്ട്സ് ഉണ്ടാവും. നോട്ട്സ് ഉണ്ടാവും. ഈ നോട്ട്സിൽ നിന്നും സാധാരണ എന്താ ഉണ്ടാവുന്നത്? ചിലപ്പോൾ ഇലകളായിരിക്കാം, ചിലപ്പോൾ ശിഖരങ്ങളായിരിക്കാം. ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാവുന്നത്. പക്ഷെ ഈ നോട്ട്സിൽ നിന്നും താഴോട്ട് വളരുന്ന വേരുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇഫ് റൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ദിസ് നോട്ട്സ് ടു ഗിവ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്, നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റിന് താങ്ങായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട് അല്ലെങ്കിൽ പൊയ്ക്കാൽ വേര് എന്ന് പറയുന്നത്. റൂട്ട്സ് ദാറ്റ് അറൈസ് ഫ്രം നോട്ട്സ് ആൻഡ് ഗിവ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്. ഇതിനെ നമ്മൾ താങ്ങുവേര് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റിൽറ്റ് റൂട്ട് എന്ന് നമ്മൾ പറയും. സ്റ്റിൽറ്റ് റൂട്ട്. ഓക്കെ. ആ സ്ക്രൂ പൈൻ എന്ന് പറഞ്ഞാൽ ആറ്റുകൈത ആണ് ഇതിന്റെ എക്സാമ്പിൾ. തായ് തടിയിൽ നിന്നും, തായ് തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട്, മെയിൻ തടിയിൽ നിന്നും നമ്മളുടെ താഴോട്ട് വളരുന്ന, താങ്ങായിട്ട് വളരുന്ന, മറ്റേത് ശിഖരങ്ങളായിരുന്നു അല്ലെ. നേരത്തെ താങ്ങുവേരെന്തായിരുന്നു? ശിഖരങ്ങളിൽ നിന്നുമായിരുന്നു അല്ലെ. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചില്ലേ ബാനിയൻ ട്രീയില്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മുടെ തായ് തടിയിൽ നിന്നും താഴോട്ട് വളരുന്നതാണ്, തായ് തടിയിൽ നിന്നും താങ്ങായി വളരുന്നതാണ് പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്, ചില ചെടികളുണ്ട് അല്ലെ, മണി പ്ലാന്റ് പോലെ നമ്മൾ വീട്ടിലൊക്കെ വെക്കില്ലേ, അതുപോലെ അങ്ങനെ മണി പ്ലാന്റ് പോലെയുള്ള, അതെന്താണ് ചെയ്യുക? അത് ഭയങ്കര എന്താ പറയാ, അത്ര ശക്തിയില്ലാത്ത തണ്ടായിരിക്കും അതിനുണ്ടാവുക അല്ലെ. അപ്പൊ അത് ഇങ്ങനെ ബാക്കി ചെടികളിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി, നമ്മുടെ കുരുമുളക് അങ്ങനെയാണ്. കുരുമുളക് ബാക്കി ചെടികളിൽ ചുറ്റിയിട്ടാണ് വരിക. അപ്പോ ഇങ്ങനത്തെ ചെടികൾ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവർക്ക് വളരെ ദുർബലമായിട്ടുള്ള ഒരു, ഒട്ടും ശക്തി ഇല്ലാത്ത പോലത്തെ തണ്ടുകളാണ് ഉള്ളത്, കാണ്ഡമാണ് ഉള്ളത്. കാണ്ഡം എന്ന് പറയുന്നത് ആ ഒരു തണ്ടിനെയാണ് നമ്മൾ പറയാ. അപ്പൊ ഒട്ടും ശക്തിയില്ല, തനിയെ എണീറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ചെടികളുടെ വേരുകൾ അവർക്കൊരു താങ്ങായിട്ടുണ്ടാവും. ചുറ്റും കേറുമ്പോ ആ മരത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ആ റൂട്ട്, ആ വേരുകൾ ഉപയോഗിക്കും. ഓക്കെ. അങ്ങനെയുള്ള വേരുകളെയാണ് ക്ലിങ്ങിങ് റൂട്ട്സ്, പറ്റിപ്പിടിച്ചിരിക്കുന്ന വേരുകൾ, പറ്റുവേര്, ക്ലിങ്ങിങ് റൂട്ട്സ് എന്ന് നമ്മൾ പറയാ. ഓക്കെ. ക്ലിങ്ങിങ് റൂട്ട്സ്. Roots that arise from stem of plants with weak stem. Weak stem, ദുർബലമായ കാണ്ഡമുള്ള ചെടികളിൽ വരുന്ന വേരുകൾ. ആ വേരുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും? റൂട്ട് ദാറ്റ് അറൈസ് ഫ്രം സ്റ്റെം ഓഫ് പ്ലാന്റ്സ് വിത്ത് വീക്സ്. ദുർബലമായ കാണ്ഡമുള്ള ചെടികളിൽ വരുന്ന വേരുകൾ. ആ വേരുകൾ എന്താ ചെയ്യുന്നത്? ദേ ഹെൽപ് ദ പ്ലാന്റ് ടു ക്ലൈംബ് ഓൺ സപ്പോർട്ടേഴ്സ്. ഇവ ഉപയോഗിച്ച് താങ്ങുമരത്തിൽ, ഒരു തെങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമായിരിക്കും ഇത് വളരുന്നത്. അപ്പൊ തെങ്ങാണ് താങ്ങുമരമായിട്ട് നിൽക്കുക. താങ്ങുമരത്തിൽ പിടിച്ചു കയറാനായിട്ട് ഈ വേരുകൾ, വേര്, ക്ലിങ്ങിങ് റൂട്ട്സ് സഹായിക്കും. ഉദാഹരണം എന്താ? കുരുമുളക് ചെടി. ഓക്കെ. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മള് പ്രോപ്പ് റൂട്ട്സ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചു നമ്മള്? പ്രോപ്പ് റൂട്ട്സ് പഠിച്ചു. പ്രോപ്പ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങ് വേരുകൾ പഠിച്ചു. രണ്ടാമത്തേത് എന്താ? സ്റ്റിൽറ്റ് റൂട്ട്സ് അല്ലെ. സ്റ്റിൽറ്റ് റൂട്ട്സ്, അതിന്റെ പേരെന്താ? പൊയ്ക്കാൽ വേര്. ഇനി അടുത്തത് എന്താണ്?
ക്ലിങ്ങിങ് റൂട്ട്സ് പഠിച്ചു. ക്ലിങ്ങിങ് റൂട്ട്സ്. അപ്പൊ ക്ലിങ്ങിങ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ പറ്റുവേര് നമ്മൾ പഠിച്ചു. ഇതിന് അപ്പുറത്തെ സൈഡില് ഒരു ടേബിൾ വരച്ചിട്ട് ഇതിന്റെ എക്സാമ്പിൾ ഓൾസോ എഴുതിയിടണം കേട്ടോ. ഇതിന് ഉദാഹരണങ്ങൾ ഓൾസോ എഴുതിയിടണം. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ന്യൂമാറ്റോഫോഴ്സ്. ഓക്കെ, ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശ്വസന വേരുകൾ. ശ്വസനം കറക്റ്റ്, ശ്വസന വേരുകൾ. അപ്പൊ ഇത് നല്ല പേര്. നമ്മള് ചതുപ്പ് നിലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇൻഫാക്ട് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ അവിടെ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടാ. മറ്റേ ഇങ്ങനെ പൊങ്ങി നിൽക്കും, വേരിങ്ങനെ കൂർത്തനെ പൊങ്ങി നിൽക്കും. അതാണ് മാർഷ്. ചതുപ്പ് നിലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മറ്റേ എറണാകുളത്ത് നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടാ. പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മാർഷി ഏരിയാസ്. ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളിൽ ഹാവ് ദീസ് പെർട്ടിക്കുലർ റൂട്ട്സ്. ഇങ്ങനത്തെ റൂട്ട്സ് കാണാൻ പറ്റും. ദ ടിപ്പ് ഓഫ് ദ റൂട്ട് അറൈസസ് ഇൻ ടു ദ എയർ. ഈ വെള്ളത്തിന്റെ ഇത് ചെടിയാന്ന് വിചാരിച്ചോളൂ. ഇത് ചെടിയാണ്. ഈ ചെടി വലിയ ചെടി ഉണ്ടാവും. ഇതാണ് ചതുപ്പ് ഉണ്ടാവും. ഓക്കെ, വെള്ള ചെളിയൊക്കെ ഉണ്ടാവും. ഇതിന്റെ വേരുകള് വേറെ കളറിൽ കൊടുക്കാം. ഞാൻ ബ്രൗൺ കളറിൽ കൊടുത്തു. ഇങ്ങനെ 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 പൊങ്ങി നിൽക്കും. ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും, മുകളിലേക്ക് പൊങ്ങി നിൽക്കും. Okay, the tip of the root rises up into the air from the soil or water. അതിന്റെ അർത്ഥം എന്താ? ഈ വേരിന്റെ അറ്റം, അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ അന്തരീക്ഷത്തിലേക്ക്, മുകളിലേക്ക് ഉയർന്നു നിൽക്കും. ഇങ്ങനത്തെ അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഉയർന്നു നിൽക്കണേ? കാരണം ചതുപ്പിന്റെ ഉള്ളില് കാറ്റ് കേറില്ല. ചെടികൾക്ക് വേരിനോൾസോ കാറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കിളച്ചിടുന്നത്. റൂട്ടില് നമ്മുടെ വേരുകൾക്കും കാറ്റ് ആവശ്യമുള്ളത് കൊണ്ടാണ് കിളച്ച് നമ്മൾ മണ്ണിന്റെ ഇടയിൽ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. They absorb air from the atmosphere. They help to absorb air from the atmosphere. ചതുപ്പ് നിലാവുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് വെള്ളം ഇത് കയറില്ല, കാറ്റ് കയറില്ല. അങ്ങനെ അവർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അറ്റം മുകളിലേക്ക് പൊന്തിച്ചിട്ട് നിൽക്കണേ, അന്തരീക്ഷത്തിലേക്ക് പൊന്തിച്ചിട്ട് നിൽക്കണേ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാ? വാതക വിനിമയത്തിന് സഹായിക്കുന്നു. They help absorb air. കാറ്റ് അബ്സോർപ്ഷൻ, വായു വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. വാതക വിനിമയം, വാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് വിനിമയം. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ പോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ചെടികൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക, ഈ വേരുകൾ പൊന്തിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. ഇവയാണ് ബ്രീത്തിങ് റൂട്ട്സ് എന്ന് പറയാ, ശ്വസന വേരുകൾ എന്ന് നമ്മൾ വിളിക്കണേ. ഇവയാണ് ശ്വസന വേരുകൾ എന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് എവിടെ ഉണ്ടാവുക? മാൻഗ്രോവ് പ്ലാന്റിൽ ഉണ്ടാവും, മാൻഗ്രോവ് ചെടികളിൽ ഉണ്ടാവും, മാൻഗ്രോവ് ചെടികളിൽ. അപ്പൊ ഇത് മറക്കാൻ പാടില്ല. ഇത് എല്ലാത്തിന്റെ ഉദാഹരണങ്ങളും മക്കൾ പഠിക്കണം കേട്ടോ. ഈ വീഡിയോ ഒന്നും കൂടി കണ്ടത് കുറേ പേരുകൾ പഠിക്കാനില്ലേ? അപ്പൊ ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളിലാണ് ശ്വസന വേരുകൾ കാണപ്പെടുന്നത്. ഇതിന്റെ അറ്റത്തുള്ള ഭാഗം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് ഈ ശ്വസന വേരുകൾ സഹായിക്കും. പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ മാർഷി ഏരിയ have these roots. The tip of the roots rises up into the air from the soil or the water. They absorb air from the atmosphere. Example where this is seen is mangrove plant. ഇതിനെ നമ്മൾ breathing roots എന്ന് വിളിക്കും. അത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി പഠിക്കാനുള്ളത് മോണോകോട്ട് ആൻഡ് ഡൈകോട്ട് പ്ലാന്റ്സ്. ഏക ബീജപത്രങ്ങളും ദ്വിബീജപത്രങ്ങളും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൽ ഗ്രൂപ്പ് 1 തന്നിട്ടുണ്ട്, ഗ്രൂപ്പ് 2 തന്നിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് 1 എന്താണ്? തെങ്ങാണ് തന്നിരിക്കുന്നത്. ഗ്രൂപ്പ് 2 എന്താണ് തന്നിരിക്കുന്നത്? ചക്കയാണ് തന്നിരിക്കുന്നത്, പ്ലാവാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെയൊക്കെ പ്രത്യേകത? റൂട്ടിന്റെ, ലീഫിന്റെ, സ്റ്റെമ്മിന്റെ, കോട്ട്ലിഡോൺസ്. കോട്ട്ലിഡോൺ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ? വേരിന്റെയും ഇലയുടെയും തണ്ടിന്റെയും ബീജപത്രങ്ങളുടെയും എണ്ണം എത്രയാണ് എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ്, അതായത് തെങ്ങിൽ എങ്ങനെയാണ്? വേരെങ്ങനെയാണ്? നാരുവേര് പടലം ഫൈബ്രസ് റൂട്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഫൈബ്രസ് റൂട്ടായിരുന്നു. മറ്റേ നാരുവേര് പടലമായിരുന്നു. രണ്ടാമത്തേത് പ്ലാവിന്റെ എങ്ങനെയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ് വേര് പടലമായിരുന്നു. സ്റ്റെം എങ്ങനെയാ? ഇത് കണ്ടോ, ഇതിന് ഒരു ശിഖരങ്ങളൊന്നുമില്ല, അൺബ്രാഞ്ച്, ശാഖകളില്ല. ബ്രാഞ്ച്ഡ് ഏത്? രണ്ടാമത്തെ പ്ലാവിൽ
പോലെ ശാഖകൾ ഉണ്ടാവും, കൊമ്പുകൾ ഉണ്ടാവും, ബ്രാഞ്ച് ശാഖകളുണ്ട്. ലീഫ് എങ്ങനെയാ തെങ്ങിന്റെ ലീഫ്? കണ്ടോ, പാരലൽ എന്ത് ഭംഗിയല്ലേ, പാരലൽ വീനേഷൻ, സമാന്തര സ്ഥിരവിന്യാസം. റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് പ്ലാവിൻ്റെത്. ഇതിനും നല്ല ഭംഗിയല്ലേ, വല പോലെ ഉണ്ടാവും. ജാലിക സ്ഥിരവിന്യാസമാണ് ഇലയുടെ പ്രത്യേകത. കോട്ടലിഡോൺസ്, ഇതിന്റെ ബീജപത്രങ്ങൾ കുഞ്ഞു വിത്തിൽ നിന്നും, വിത്തിന്റെ ഉള്ളിലെ ഇലയാണ് കോട്ടലിഡോൺ എന്ന് നമ്മൾ പഠിച്ചു. ഇതിനൊന്നേ ഉള്ളൂ. ആർക്കൊന്നേ ഉള്ളൂ? തെങ്ങ് പോലെയുള്ള സാധനങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. പ്ലാവ് പോലെയുള്ള സാധനങ്ങൾക്ക് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ആദ്യത്തതിനെ ഏകബീജപത്രങ്ങൾ, മോണോകോട്ട് എന്ന് പറയും. ഏക എന്ന് പറഞ്ഞ ഒന്ന്, ഏകബീജ പത്രങ്ങൾ, ഏകബീജപത്രങ്ങൾ എന്ന് നമ്മൾ പറയും. മറ്റേതോ ഡൈകോട്ട്, രണ്ടെണ്ണം ഉണ്ട്. ദ്വിബീജ ബീജ പത്രങ്ങൾ എന്ന് പറയും. മനസ്സിലായോടാ മക്കളെ? അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാന്ന് ഒന്നും കൂടി കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോട്ട്ലിഡോൺ, പ്ലാന്റ്സ് വിച്ച് ഹാവ് ഓൺലി വൺ കോട്ട്ലിഡോൺ ഇൻ ദെയർ സീഡ് ഈസ് നോൺ ആസ് മോണോകോട്ട് പ്ലാന്റ്. ഉദാഹരണം ഗ്രാസ് വെറൈറ്റി, റൈസ്, കോക്കനട്ട് ട്രീ, വീറ്റ് ഒക്കെ എക്സാമ്പിൾ ആണ്. ഇത് ഏകബീജ സസ്യങ്ങൾ. വിത്തിൽ ഒരേ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജ സസ്യങ്ങൾ എന്ന് പറയും. പത്രങ്ങൾ എന്നാണെന്ന് തോന്നുന്നു അല്ലെ, ഞാൻ നേരത്തെ ഇതേ ബീജ സസ്യങ്ങളാണ് കേട്ടോ. ഏകബീജ സസ്യങ്ങൾ, നെല്ല്, തെങ്ങ്, ഗോതമ്പ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതൊക്കെ പുല്ലിന്റെ വെറൈറ്റി പെടുന്ന ആൾക്കാരാണ് കേട്ടോ, നെല്ലും തെങ്ങും ഗോതമ്പും എല്ലാവരും. ഇനി ഡൈകോട്ട് പ്ലാന്റ്സ്, ദ്വിബീജപത്ര സസ്യങ്ങൾ. പ്ലാന്റ്സ് that have two cotyledons, വിത്തിന്റെ ഉള്ളിൽ രണ്ട് ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങളെ, plants that have two cotyledons in each seed, they are known as dicot plants. രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയും. ഉദാഹരണം പീസ്, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ബിറ്റർ ഗോട്ട്, പയറ്, മാവ്, പ്ലാവ്, ചക്ക, തേങ്ങയില്ല, പാവൽ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ? അപ്പൊ മോണോകോട്ട് പ്ലാന്റ്സ് നമ്മൾ തൊട്ട് മുന്നേ ഉള്ളതിൽ കണ്ടു. മോണോകോട്ട് അതായത് തെങ്ങ് പോലെയുള്ള ചെടികൾ, മോണോകോട്ട് പ്ലാന്റ്സ് അതായത് ഏകബീജ പത്രങ്ങൾ. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ, സവിശേഷതകൾ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്? ഒന്ന് നമ്മൾ തൊട്ട് മുന്നേ കണ്ടു. എന്തൊക്കെയാ കണ്ടേ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. മോണോകോട്ടിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലമാണ്. ശാഖകൾ ഉണ്ടാവില്ല. അതുപോലെ പാരലൽ വീനേഷൻ ആയിരിക്കും. ദ്വിബീജ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഡൈകോട്ട്സിന്റെ പ്രത്യേകത എന്താ? ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അവർക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും, അതായത് പ്ലാവിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ടാവും. റെറ്റിക്കുലേറ്റ്, ജാലിക സ്ഥിരവിന്യാസം ആയിരിക്കും അല്ലെ. തായ്വേര് പടലമായിരിക്കും, ശാഖകൾ ഉണ്ടാവും, ജാലിക സ്ഥിരവിന്യാസമായിരിക്കും. അപ്പൊ നോക്കിയടാ മക്കളെ, ഇതൊന്ന് വായിച്ചു പോവാൻ നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഡ് കളർ ആക്കട്ടെ. ഓക്കെ, അപ്പൊ വാട്ട് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്? ദേ ഹാവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അൺബ്രാഞ്ച്ഡ് സ്റ്റെം, പുല്ല്, പാരലൽ വീനേഷൻ, പുല്ല് ഓർത്താ മതി. അപ്പൊ ഏകബീജ സസ്യങ്ങളുടെ പ്രത്യേകതകൾ: നാരുവേര് പടലം, ശിഖരങ്ങൾ ഉണ്ടാവില്ല, പുല്ലിന് ശിഖരമില്ല, സമാന്തര സ്ഥിരവിന്യാസം, പാരലൽ വീനേഷൻ ആയിരിക്കും. ഇനി അടുത്തത് ഡൈകോട്ട് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈകോട്ട് പ്ലാന്റ്സ്? ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? തായ്വേര് പടലം, ശിഖരങ്ങളുണ്ട്, പ്ലാവിന് ശിഖരങ്ങളുണ്ട്, ജാലിക സ്ഥിരവിന്യാസം, വല പോലെയുള്ള സിരകളായിരിക്കും, ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും, ബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും, റെറ്റിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. അപ്പൊ എപ്പോഴും പറഞ്ഞതുപോലെ there are exceptions. എല്ലാ നേച്ചർ ഇസ് ഫിൽഡ് വിത്ത് എക്സെപ്ഷൻസ്. പ്രപഞ്ചത്തിൽ എപ്പോഴും എന്താ പറയാ, ബന്ധം കാണിക്കാത്ത, ഇതേപോലെ അല്ല എന്ന് പറയുന്ന എക്സെപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ദർ ആർ സം പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് ഷോ എനി സച്ച് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ്. വേരും ഇലയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, കാണിക്കാത്ത സസ്യങ്ങളുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ? ടാരോ ആൻഡ് എലിഫന്റ് ഫ്യൂട്ടിയം, ചേമ്പും ചേനയും. ടാരോ ആൻഡ് എലിഫന്റ് ഫ്യൂട്ടിയം, ചേമ്പും ചേനയും ഒരു ബന്ധവും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയാം. ഇനി അവസാനത്തെ ടോപ്പിക് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇത് ഇല്ലാണ്ടാവുകയാണ്, പ്രപഞ്ചത്തിൽ നിന്നും ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ പണ്ടൊക്കെ മുള്ളിലം എന്ന് പറയുന്ന ഇന്ത്യൻ പ്രിക്ലി ആഷ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചുറ്റും എപ്പോഴും കാണായിരുന്നു. തുമ്പപ്പൂവ് എല്ലായിടത്തും കാണുന്ന സാധനമാണ് അല്ലേ. അതുപോലെ തന്നെ ചില കുഞ്ഞ് മറ്റേ എന്താ പറയാ, ഇങ്ങനെ നമ്മൾ ടക്കൂ എന്ന് പറഞ്ഞ് അടിക്കില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. മണത്തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ഉണ്ട് ഇതേപോലത്തെ കറുത്ത കറുത്ത നമ്മൾ കഴിക്കണ സാധനം ഉണ്ടായിരുന്നു മണത്തക്കാളി. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. മുള്ളിലവും അല്ലെങ്കിൽ തുമ്പപ്പൂവും മണത്തക്കാളിയും ഒന്നും കാണാനില്ല. എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. എക്സ്റ്റിങ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പല ചെടികളുടെയും പല ജീവികളുടെയും എക്സ്റ്റിങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. Extinction is a reduction of population of organism and their disappearance from earth. ജീവികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നതിനെ വംശനാശം എന്ന് പറയുന്നു. എന്തുകൊണ്ട് വംശനാശം സംഭവിക്കുന്നു? അവരുടെ സ്വാഭാവികമായ താമസ സ്ഥലം ഇല്ലാണ്ടാവുന്നു. സ്വാഭാവികമായ ആവാസം നശിക്കുന്നു അല്ലെ. ഇപ്പൊ വെള്ളം തന്നെ ഭയങ്കരമായിട്ട് മലിനമായി എന്ന് വിചാരിച്ചോ, ഭയങ്കരമായിട്ട് നശിച്ചു പോയി എന്ന് വിചാരിച്ചോ വെള്ളം. അങ്ങനെയാണെങ്കിൽ അവിടെയില്ല ഈ പറയുന്ന ജീവികളൊക്കെ നശിച്ചു പോവും ഇല്ലേ. അപ്പൊ അങ്ങനെ ഇതുപോലെ തന്നെ കാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില്ലാണ്ടാവും അല്ലെ. അപ്പൊ ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നു. ലോസ് ഓഫ് ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവാസ സ്ഥലം. ആ നാച്ചുറൽ ഹാബിറ്ററ്റ്, അവർ തനതായി ജീവിക്കുന്ന സ്ഥലം നശിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് പൊല്യൂഷൻ ഓഫ് എൻവയോൺമെന്റ്, പരിസ്ഥിതി മലിനീകരണം. ചുറ്റും എന്ത് പുകയാ അല്ലേ, എന്ത് ചൂടാണ് അല്ലേ. അപ്പോൾ പരിസ്ഥിതി മലിനീകരണം ഭയങ്കരമായിട്ട്, എൻവയോൺമെന്റ് ചുറ്റുമുള്ളത് പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക, മലിനമായിക്കൊണ്ടിരിക്കുക. ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം. അങ്ങ് വെട്ടുകയാണല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ചൂട് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് ചിലപ്പോൾ കൂടുന്നുണ്ട്, ചിലപ്പോൾ മഴ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. തോന്നുന്ന പോലെ മഴ വരിക, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലാണ്ട് മഴ വരിക, ഭയങ്കരമായിട്ട് കാലാവസ്ഥയ്ക്ക് അല്ലാണ്ട് ഭയങ്കര ചൂട് വരിക. ഇതൊക്കെ കാരണം ജീവികൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിന് മനുഷ്യന് വലിയൊരു പങ്കുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രം നശിക്കുന്നുണ്ട്. ലോസ് ഓഫ് ദിയർ നാച്ചുറൽ ഹാബിറ്ററ്റ്, പൊല്യൂഷൻ ഓഫ് ദി എൻവയോൺമെന്റ്, പരിസ്ഥിതി മലിനീകരണം, ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. ഇതൊക്കെ കാരണം എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിക്കുന്നു. ആർക്കാ വംശനാശം സംഭവിക്കുന്നത്? ജീവികൾക്ക്. പോപ്പുലേഷൻ ഓഫ് ദി ഓർഗാനിസംസ് ആർ കീപ്പിംഗ് ഓൺ റെഡ്യൂസിങ് ആൻഡ് ദേ ആർ ഡിസപ്പിയറിംഗ് ഫ്രം ദി എർത്ത്. ജീവികളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞ് ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നു. ഓക്കെ, വംശനാശം സംഭവിക്കുന്നു. അപ്പൊ ഇതെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം നമ്മളുടേതാണ്. നമ്മളുടെ ചുറ്റുമുള്ള മരങ്ങളെ സംരക്ഷിക്കേണ്ടത്, മരങ്ങൾ വെച്ചു പിടിപ്പിക്കേണ്ടതിന്റെ ഒക്കെ ആവശ്യം നമുക്കാണ് എന്ന് പറഞ്ഞിട്ട് പറയാം. നിങ്ങൾ സിമ്പിൾ സാധനം ചെയ്യുക. നിങ്ങൾ മുട്ടായി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലി എടുത്തിട്ട് താഴേക്കെങ്കിലും ഇടാണ്ടിരിക്കൂ അല്ലേ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ മക്കൾ പഠിക്കണം അല്ലെ. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മുഴുവനും കൊണ്ടുപോയിട്ട് വെറുതെ റോഡിൽ വലിച്ചെറിയുക. അത് അങ്ങനെയെങ്കിലും ചെയ്യാണ്ടിരിക്കുക. ആ പ്ലാസ്റ്റിക് ഒക്കെ കഴിച്ചിട്ട് എത്ര ജീവികളാണ് എഫക്റ്റ് ആവണേ അല്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് കളയാനെങ്കിലും നമ്മൾ പഠിക്കണം. അത്രമാത്രം നിങ്ങൾ ചെയ്യുക. അപ്പൊ മുട്ടയുടെ തൊലി, മറ്റേ ബസ്സിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ ചുമ്മാ വലിച്ചെറിയില്ല എന്നെങ്കിലും ഒന്ന് കമന്റിൽ എഴുതാമോ മക്കളെല്ലാവരും. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക, വീണ്ടും വീണ്ടും കേട്ട് നോക്കുക. ഓക്കെ, കുറെ കാണാതെ പഠിക്കണം, എന്നാലേ ഓർമ്മ നിന്നിട്ട് എഴുതിയും പഠിക്കണം, എന്നാലേ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയാം അല്ലേ. അക്ഷരത്തെറ്റ് കൂടാണ്ട് നിങ്ങൾ എഴുതണം, എന്നാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചർ കുറച്ച് സ്ലോ ആയിട്ടാണ് പഠിപ്പിക്കണതെന്ന് അറിയാം, എന്നാലും സമാധാനത്തോടെയാണ് പഠിപ്പിക്കണതെന്നുള്ളത് അറിയാം. പക്ഷെ അങ്ങനെ പഠിച്ചാൽ മാത്രമേ തലയിൽ ആക്ച്വലി നമുക്ക് നിൽക്കുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമന്റിൽ എഴുതാം. ശരി.